അർജു, എന്തേ കാണിക്കുന്നേ? നീ എന്താ പേടിച്ചു പോയോ? എന്താ കാണിക്കുന്നേന്ന് എനക്ക് മനസ്സിലായില്ലേ? മനസ്സിലായതുകൊണ്ടാ ചോദിച്ചത്. ആരെങ്കിലും കണ്ടാലോ? ആര് കാണാൻ? ഇപ്പൊ ഇവിടേക്ക് ആരും വരാനൊന്നും പോകുന്നില്ല. പിന്നെ എനിക്ക് നിന്റെ അടുത്ത് ഒരു കാര്യം പറയാനുണ്ട്. നമ്മുടെ ഈ ഒളിച്ചുകളി നമുക്ക് രണ്ടാൾക്കല്ലാതെ ഇപ്പോ വേറെ രണ്ടാൾക്കും കൂടി അറിയാം. ക്രിസ്റ്റിക്കും ബെന്നിക്കും. ഞാൻ അവരുടെ അടുത്ത് എല്ലാം പറഞ്ഞു. എന്തിനിപ്പോ അവരുടെ അടുത്ത് പറഞ്ഞത്? അവരറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണെന്ന് എനിക്ക് തോന്നി. അപ്പോ യുദ്ധം ചെയ്യാൻ തന്നെ തീരുമാനം എടുത്തല്ലേ? ആരും നിനക്കറിയാലോ, നമ്മൾ വിചാരിക്കുന്ന പോലെ ചെറിയൊരാളല്ല അവൻ. ആ ശത്രുവിനെ പുറത്തു കൊണ്ടുവരണമെങ്കിൽ നമുക്ക് ക്രിസ്റ്റിയുടെയും ബെന്നിയുടെയും സഹായം കൂടിയേ തീരൂ. നമ്മൾ ഒറ്റയ്ക്ക് ശ്രമിച്ചാൽ അത് സാധിക്കില്ല. അതുകൊണ്ടാ അവരുടെ അടുത്ത് പറഞ്ഞത്. നീ പിന്നെ പേടിക്കേണ്ട. യുദ്ധത്തിനിറങ്ങിയ തോറ്റ ചരിത്രം ഈ അർജുനില്ല. അതൊക്കെ എനിക്ക് അറിയാം അർജു. പക്ഷേ എന്തോ വല്ലാത്തൊരു പേടി. നമ്മളെല്ലാം അവസാനിപ്പിച്ചതാ, എന്നിട്ടിപ്പോ വീണ്ടും എല്ലാം ആരംഭിക്കാന്ന് പറഞ്ഞ എനിക്കെന്തോ വല്ലാത്ത പേടി തോന്നുവാ. നീ പേടിക്കണ്ട, ഒരു കുഴപ്പവും ഉണ്ടാവില്ല. ഞാൻ ഉറപ്പ് തരാം, നമ്മള് ഈ യുദ്ധത്തിൽ ജയിക്കുക തന്നെ ചെയ്യും. നമ്മുടെ ശത്രു ആരായിരുന്നാലും അവനെ തോൽപ്പിച്ച് നമ്മൾ വീണ്ടും നമ്മുടെ സാമ്രാജ്യം കെട്ടിപ്പടുക്കുന്നതായിരിക്കും. നീ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്ന് തിരിച്ചു പോക്കില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് ഇനി ഞാൻ പറഞ്ഞ് വെറുതെ എൻ്റെ സമയം കളയുന്നില്ല. നിനക്കെന്താ തോന്നേ അത് ചെയ്തു. ദാറ്റ്സ് മൈ ബോയ്. നീ പേടിക്കണ്ട, ഞാൻ കുഴപ്പത്തിലൊന്നും ചെന്ന് ചാടില്ല. പിന്നെ നിന്റെ പ്രൊട്ടക്ഷന് വേണ്ടി ക്രിസ്റ്റി ഇവിടെ ഉണ്ടായിരിക്കും, എൻ്റെ കൂടെ ബെന്നിയും. നമുക്കറിയണ്ടേ നമ്മുടെ അടുത്ത് ഈ ഒളിച്ചുകളി നടത്തുന്ന മഹാൻ ആരാണെന്ന്. നിങ്ങളെല്ലാവരും പോവാൻ റെഡിയായോ? ഭക്ഷണം കഴിച്ചിട്ട് പോവാം. ഇല്ലേട്ടാ, ഞാൻ പോകുന്നില്ല വർക്കിന്. ഞാൻ ഓഫീസിലേക്ക് പോകുന്നത് അർജുനും ഇഷ്ടമല്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഇനി മുതൽ വീട്ടിലിരിക്കാനാ എൻ്റെ പ്ലാൻ. അതെ ഏട്ടാ, ഞാനും അർജുനും മാത്രമേ ഇന്ന് ഓഫീസിലേക്ക് പോകുന്നുള്ളൂ. ബാക്കി എല്ലാവരും ഇവിടെ തന്നെ ഇരുന്നാൽ മതി. ആരും അങ്ങോട്ട് വന്ന് ബുദ്ധിമുട്ടണമെന്നില്ല. പോകുന്നവരായാലും പോവാത്തവരായാലും ഭക്ഷണം കഴിക്കി, എന്നിട്ട് എങ്ങോട്ടാണെന്ന് വെച്ചാൽ പോയിക്കോ. അത് ചേച്ചി പറഞ്ഞത് കറക്റ്റാ. എല്ലാവർക്കും ഒരുമിച്ച് ഭക്ഷണം കഴിക്കാം, എന്നിട്ട് മതി എവിടേക്കാണെന്ന് വെച്ചാൽ പോവല്. എനിക്കുള്ള ഫുഡ് ഇങ്ങോട്ട് തന്നാൽ മതി, ഞാനിവിടെ നിന്ന് കഴിച്ചോളാം. നിങ്ങളെല്ലാവരും അവിടെ ടേബിളും ഇരുന്ന് കഴിച്ചോ. എൻ്റെ അർജു, എല്ലാവരും ഒരുമിച്ച് ഭക്ഷണം കഴിക്കുമ്പോൾ നിനക്ക് മാത്രം എന്തിനാ എപ്പോഴും സെപ്പറേറ്റ്? നിനക്ക് ഞങ്ങളുടെ കൂടെ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചൂടെ? അത് ശരിയാവില്ല ഏട്ടത്തി, അത്ര മാത്രം അറിഞ്ഞാൽ മതി. ഞാൻ ഒറ്റയ്ക്ക് ഇവിടെ ഇരുന്ന് ഭക്ഷണം കഴിച്ചോളാം. എന്താ, എന്തേലും ഇൻഫർമേഷൻ പറയാനാണോ ഇങ്ങോട്ട് വന്നത്? യെസ് ബോസ്, അർജുനും ബെന്നിയും കൂടിയിട്ടാ ഇന്ന് ഓഫീസിലേക്ക് പോയത്. ബാക്കി എല്ലാവരും വീട്ടിൽ തന്നെയുണ്ട്. വെരി ഗുഡ്. പിന്നെ ആരവും അർജുനും ശരിക്കും ഡൈവോഴ്സ് വക്കീലാണോ എന്നുള്ളത് കൺഫേം ചെയ്യണം. അതോ അവര് നമ്മുടെ മുന്നിൽ അഭിനയിക്കാണോ എന്ന് അറിയണമല്ലോ. എന്നിട്ട് വേണം നമുക്ക് അടുത്ത നീക്കം കൊണ്ടുവരാൻ. ബോസ്, ചോദിക്കുന്നത് കൊണ്ട് ഒന്നും തോന്നരുത്. ചോദിക്കാൻ പാടില്ല, പക്ഷേ എന്റെ ക്യൂരിയോസിറ്റി കൊണ്ട് ചോദിക്കുന്നതാ. സാറിന് ശരിക്കും അർജുനായിട്ട് എന്താ പ്രശ്നം? ഗുഡ് ക്വസ്റ്റ്യൻ. ശരിക്കും എനിക്ക് അവനുമായിട്ട് ഒരു പ്രശ്നവുമില്ല. പ്രശ്നം മുഴുവൻ എന്റെ മകളും അവനും തമ്മിലാ. മാഡവുമായിട്ടോ? മാഡത്തിനും അർജുനും തമ്മില് എന്താ പ്രശ്നം? അല്ല,
എന്തെങ്കിലും ഇഷ്യൂ ആണോ? അതെ, എന്റെ മകളും അർജുനും തമ്മിലാ യഥാർത്ഥ യുദ്ധം നടക്കാൻ പോകുന്നത്. അത് എന്തിനാ, ഏതിനാ, അവര് തമ്മിലുള്ള പ്രശ്നം എന്താ എന്നൊക്കെ മനസ്സിലാക്കാനുള്ള സമയമായിട്ടില്ല. അത് നിനക്ക് വഴിയെ മനസ്സിലായിക്കോളും. അതുവരെ ഞാൻ പറയുന്നത് മാത്രം കേട്ടാ മതി. സോറി സാർ, എങ്കിൽ ഞാൻ പോവാ. എടാ ആരു, നമ്മള് ന്യൂയോർക്ക് വന്നിട്ട് എത്ര ദിവസമായി, എന്നിട്ട് എന്നെ ഒരു സ്ഥലത്ത് പോലും കൊണ്ടുപോയില്ലല്ലോടാ. നമുക്കൊന്ന് കറങ്ങാൻ പോവാ. അത് നിന്റെ കെട്ടിയോനോട് പറ. എന്നേക്കാ നന്നായിട്ട് ഈ സ്ഥലങ്ങൾ മുഴുവൻ അറിയുന്നത് ക്രിസ്റ്റിച്ചായന. അപ്പോ അതല്ലേ നല്ലത്. അങ്ങേരോട് പറയുന്നതിലും ഭേദം ഞാൻ ഗൂഗിൾ മാപ്പ് ഇട്ട് തനിയെ പോകുന്നതായിരിക്കും നല്ലത്. ഞാനിവിടെ വന്നപ്പോ തൊട്ട് പറയുന്നതാ ഇവിടുത്തെ സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണിക്കാൻ. എന്നിട്ട് അതിന് മാത്രം ഒരു തീരുമാനം എടുക്കാൻ അങ്ങേർക്ക് ഇതുവരെ ആയിട്ടില്ല. എടി ദുഷ്ടേ, നീ ഫസ്റ്റ് ദിവസം മാത്രല്ലടി എന്നോട് ഈ കാര്യം പറഞ്ഞോളൂ. പിന്നീട് ഒരിക്കൽ പോലും പറഞ്ഞിട്ടില്ലല്ലോ. ഒരു വട്ടം പറഞ്ഞാൽ പോരെ മനുഷ്യ, അല്ലാതെ ഇടയ്ക്കിടയ്ക്ക് ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നെ പുറത്തു കൊണ്ടുപോകും, എന്നെ പുറത്തു കൊണ്ടുപോകുന്നു. അത് മനസ്സിലാക്കി ഒരു നല്ല ഭർത്താവ് ചെയ്യേണ്ട കടമ. നിനക്കിപ്പോ എന്താ വേണ്ടത്? പുറത്തു പോകണം, അത്രയല്ലേ ഉള്ളൂ. വഴി ഉണ്ടാക്കാം. എന്തായാലും ഇന്ന് പറ്റില്ല, ഇന്ന് കുറച്ച് പണിയുണ്ട്. നമുക്ക് നാളേക്ക് സെറ്റാക്കാം. ഉറപ്പാണല്ലോ? വാക്കെങ്ങാനും മാറ്റിയ എന്റെ തനി സ്വഭാവം നിങ്ങൾ കാണും. അർജു, നിനക്ക് ആരെങ്കിലും സംശയമുണ്ടോ? ഞാൻ ഉദ്ദേശിച്ചത് നമ്മുടെ പഴയ ശത്രുക്കളാരെങ്കിലും നിനക്ക് സംശയമുണ്ടോ എന്ന്. എനിക്ക് അവരെ ആരും സംശയമില്ല. കാരണം അവരാരും ഇത്തരത്തിൽ ചെയ്യുന്നവരല്ല. അങ്ങനെയായിരുന്നെങ്കിൽ മുന്നേ അവർക്ക് ഇതാകായിരുന്നു. പക്ഷേ ഇപ്പോ ഇത്രയും മോശമായിട്ട് നമ്മുടെ അടുത്ത് ഇങ്ങനെ പെരുമാറണമെങ്കിൽ അത് പുതിയ ഒരാളായിരിക്കാനാണ് ചാൻസ്. ഇനിയപ്പോ എന്താ നിന്റെ പ്ലാൻ? ബെനി, നീ നമ്മുടെ സൈബർ ടീമിനെ മീറ്റ് ചെയ്യണം. എന്നിട്ട് ഈ കോള് വരുന്ന ലൊക്കേഷൻ കണ്ടുപിടിക്കണം. പ്രൈവറ്റ് നമ്പറിന് മാത്രം വരുന്നതുകൊണ്ട് നമ്പർ വെച്ച് ട്രേസ് ചെയ്യാൻ പറ്റില്ല. സോ നമുക്ക് കോള് വരുന്ന ലൊക്കേഷനാണ് കണ്ടെത്തേണ്ടത്. അത് അവരുടെ സഹായത്തോടെ മാത്രമേ സാധിക്കൂ. നീ അതിനുള്ള ഏർപ്പാട് വേഗം ചെയ്യും. അത് ഞാൻ നോക്കിക്കോളാം. മറ്റേ സ്പൈയുടെ കാര്യം എന്താ ചെയ്യേണ്ടത്? അവനെ ഇങ്ങനെ വെറുതെ വിട്ടാൽ ശരിയാവില്ലല്ലോ. അവൻ്റെ കാര്യം ക്രിസ്റ്റി നോക്കിക്കോളും. അവനിപ്പോൾ ക്രിസ്റ്റിയുടെ കസ്റ്റഡിയില്ല. സാറെന്തിനാ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുന്നേ? അതൊക്കെ ഞാൻ പറയാം ഫൈസലേ. ഫൈസലിന് എൻ്റെ കൂടെ ബേസ്മെൻറ്റിൽ വന്നിട്ട് പേടി തോന്നുന്നുണ്ടോ? അല്ല, മുഖമൊക്കെ ആകെ വിളറിയ പോലെ തോന്നുന്നുണ്ടേ, അതുകൊണ്ട് ചോദിച്ചതാ. ഏ ഇല്ല സാർ, എനിക്കെന്തിനാ പേടി? സാറ് പറഞ്ഞില്ല കാര്യം. ഓ, ഞാൻ കാര്യം പറഞ്ഞില്ല അല്ലേ? അതെന്താണെന്ന് വെച്ചാൽ ഫൈസലേ, ആ, ഞാനിവിടെ വന്നതിന് ശേഷം ഫൈസലിനെ അങ്ങ് ശരിക്കും പരിചയപ്പെടാൻ പറ്റിയില്ല. അതിനാ നമ്മൾ ഇങ്ങോട്ട് വന്നത്. അപ്പം നമുക്ക് ശരിക്കൊന്ന് പരിചയപ്പെട്ടാലോ? പരിചയപ്പെടാൻ നമ്മളെന്തിനാ സാർ ബേസ്മെൻറ്റിലേക്ക് വന്നത്? നമുക്ക് പുറത്തിരുന്നും പരിചയപ്പെടാമല്ലോ. അതെനിക്ക് എന്താണെന്നറിയില്ല, അവിടെ ഇരുന്ന് പരിചയപ്പെടുമ്പോൾ ഒരു സുഖം കിട്ടുന്നില്ല. അതുകൊണ്ടാണ് ഇങ്ങോട്ട് വന്നത്. ഇനി പറ, ഫേസലിൻ്റെ ശരിക്കുള്ള വീട് എവിടെയാ? അത് ഞാൻ വന്നപ്പോൾ തന്നെ പറഞ്ഞിരുന്നല്ലോ സാർ. കേരളത്തിൽ കോഴിക്കോടാ എൻ്റെ ശരിക്കുള്ള വീട്. അപ്പോൾ അവിടെ ഫേസലിൻ്റെ വീട്ടുകാരെല്ലാവരും മരിച്ചു പോയി. അപ്പോൾ അങ്കിള് വഴി ഇങ്ങോട്ട് വന്നു, അതല്ലേ പറയുന്നത്? അത് നല്ല കാര്യം. പക്ഷേ ഇവിടെ വന്നിട്ട് എത്ര നല്ല പണികളുണ്ട്. എന്തുകൊണ്ട് ഈ മാഫിയ പണിക്ക് തന്നെ ഫേസൽ വന്നു? അത് പിന്നെ ഇവിടെ വന്ന്
കുറെ ഞാൻ ജോലി അന്വേഷിച്ചു, പക്ഷേ ജോലിയൊന്നും ശരിയായില്ല. അതാ ഈ പണിക്ക് ഞാൻ വന്നത്. ഓക്കെ, പക്ഷേ ഈ ജോലിക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഈ ജോലി വന്നുപെട്ട ഒരു തിരിച്ചുപോക്കുണ്ടാവില്ല. അത് നമ്മൾ വിചാരിച്ചാലും ഒരിക്കലും സാധിക്കില്ല. അതുമാത്രല്ല, ഈ ജോലിക്ക് ഒരു സത്യസന്ധതയുണ്ട്. ചെയ്യുന്ന ജോലി അത്ര വിശ്വാസത്തോടെയും ധൈര്യത്തോടെയും ചെയ്യേണ്ട ഒരു കാര്യം. നീ വിറയ്ക്കുന്നത് കാണുമ്പോൾ തന്നെ മനസ്സിലായി നിനക്ക് ധൈര്യം വളരെ കുറവാണെന്ന്. പിന്നെന്തിനാ ഈ പണിക്കിറങ്ങിയത്? അതും കൂടാതെ വിശ്വാസം, അത് ഈ ജോലിക്ക് എത്ര മുഖ്യാന്ന് നിനക്കറിയോ? എന്താ സാർ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്? ക്രിസ്റ്റി, അവനെവിടെയാ? ആ, നിങ്ങൾ വന്നു. അവൻ നമ്മൾ വിചാരിച്ച പോലെയൊന്നല്ല. പഠിച്ച കള്ളനാ. സത്യം പറയിപ്പിക്കാൻ കുറച്ച് കഷ്ടപ്പെടേണ്ടി വന്നു. എന്നാലും അവനറിയാവുന്നതെല്ലാം അവൻ പറഞ്ഞിട്ടുണ്ട്. കുറച്ച് കൈ ഉപയോഗിക്കേണ്ടി വന്നു. കുറച്ച് എനർജി വേസ്റ്റ് ആയെങ്കിൽ എന്താ, സത്യം പറഞ്ഞല്ലോ, അത് മതി. എവിടെയാ? ഇതാണോടാ കുറച്ച് കൈകൾ ഉപയോഗിക്കേണ്ടി വന്ന? ഇത് നീ ഇവനെ ഇടിച്ച് ഇഞ്ച പരിവാക്കി വെച്ചിട്ടുണ്ടല്ലോ. അതല്ലടാ ഞാൻ പറഞ്ഞ, ഇവൻ പഠിച്ച കള്ളനാന്ന്. സത്യം പറയിപ്പിക്കണ്ടേ, അതാ കുറച്ച് പണി കിട്ടും. അത് കുഴപ്പമില്ല. എന്താ ഇവൻ പറഞ്ഞത്? നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല, ഇത് കുറച്ച് കോംപ്ലിക്കേറ്റഡാ. ഇവന് അത്ര ഡീറ്റെയിൽസ് ആയിട്ട് ഒന്നും അറിയത്തില്ല. ഇവിടെ വന്നതിന് ശേഷം ജോലി അന്വേഷിച്ച് നടന്ന ഇവൻ ചെന്നുപെട്ടത് അവരുടെ കയ്യിലാണ്. അവർ കൊടുത്തവർക്ക് നമ്മുടെ വീട്ടിൽ നമ്മുടെ സ്പൈ ആയി നിൽക്കുക എന്നുള്ളത്. പക്ഷേ അതെല്ലാം ഹാൻഡിൽ ചെയ്തതും ഇവൻ ഈ ഡീറ്റെയിൽസ് കൊടുക്കുന്നതുമെല്ലാം ഒരു മാനേജറാ. പക്ഷേ അയാൾ ആർക്ക് വേണ്ടിയാണ് വർക്ക് ചെയ്യുന്നതെന്നോ എന്തിനു വേണ്ടി ഇതൊക്കെ ചെയ്യുന്നതെന്നോ ഒന്നും ഇവൻ അറിയില്ല. ഇവൻ്റെ അടുത്ത് പറഞ്ഞിരിക്കുന്നത് നിന്റെ ഡീറ്റെയിൽസ്, നീ എങ്ങോട്ട് പോകുന്നു, എന്തൊക്കെ ചെയ്യുന്നു, അതൊക്കെ അറിയാൻ വേണ്ടി മാത്രം. അതവൻ കറക്റ്റായിട്ട് അവരെ അറിയിക്കുന്നുണ്ടായിരുന്നു. അത്രേ ഇവനറിയൂ. ഛേ, ഞാൻ കരുതി ഇവനൊന്ന് കുടഞ്ഞ ഡീറ്റെയിൽസ് കിട്ടുന്ന. ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ ഈ രഹസ്യങ്ങളെല്ലാം അറിഞ്ഞ കാര്യം അവരൊരിക്കലും അറിയരുത്. ഇവനെ പറഞ്ഞ് മനസ്സിലാക്കി നമ്മുടെ സൈഡ് നിർത്തണം. ഇത്രയും നാള് അവൻ എങ്ങനെയാണോ അവർക്ക് വേണ്ടി വർക്ക് ചെയ്തത്, അതുപോലെ തന്നെ ഇനിയും ഇവനെ കൊണ്ട് കണ്ടിന്യൂ വർക്ക് ചെയ്യിപ്പിക്കണം. പക്ഷേ ഇവിടെ നിന്ന് പോകുന്ന ഡീറ്റെയിൽസ് നമ്മൾ പറയുന്നതായിരിക്കണം. ഓക്കെ ഓക്കെ, അത് ഞാൻ നോക്കിക്കോളാം. ഇനി ഇവൻ്റെ കാര്യം ഞാൻ ഏറ്റു. നിങ്ങൾ പോയ കാര്യം എന്തായി? ഞാൻ നമ്മുടെ സൈബർ ടീമിൽ ബന്ധപ്പെട്ടു. അവരുടെ കയ്യിൽ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. അവർ ചെക്ക് ചെയ്ത് പറയാമെന്നാണ് പറഞ്ഞത്. എന്താ നീ എന്താ ഇവിടെ? എന്തേ? എനിക്ക് എൻ്റെ ഹസ്ബൻഡിൻ്റെ റൂമിലോട്ട് വരാൻ പാടില്ലേ? നീ മത്തക്കണ്ണ് തുറപ്പിച്ച് നോക്കണ്ട. ഞാൻ സത്യം പറഞ്ഞത്. നമുക്ക് ഒരു കളി കളിച്ചാലോ? ഇപ്പോഴോ? ആരെങ്കിലും കണ്ടാലോ? അപ്പോൾ ആരെങ്കിലും കാണുന്നതാണ് നിന്റെ പ്രശ്നം. ആരും കണ്ടില്ലെങ്കിൽ നിനക്ക് കുഴപ്പമൊന്നുമില്ല അല്ലേ? ആരും കാണില്ല. ഇനി കണ്ടാൽ തന്നെ ഒരു കുഴപ്പമില്ല. നിനക്കെന്താ അർജു, വട്ടായോ? ഇത്രയും ദിവസം ഇങ്ങനെയൊന്നല്ലായിരുന്നല്ലോ. ഇത്രയും ദിവസം ഇങ്ങനെയായിരുന്നില്ല. പക്ഷേ ഇനി ഇങ്ങനെയാണ്. നീ മിണ്ടാതിരുന്ന മാത്രം മതി.
ഏ എന്റെ ഭഗവാനെ, ഞാനിതെന്തേ കാണുന്നേ? നിനക്കെന്താടി പറ്റിയേ? ദേ മനുഷ്യ, നിങ്ങളൊന്ന് അങ്ങോട്ട് നോക്കിക്കേ. ഏ നിങ്ങൾ രണ്ടുപേരും ഇതെന്താ ഒരുമിച്ച്? ഇങ്ങനെ കാണാനല്ലേ നിങ്ങളെല്ലാവരും ആഗ്രഹിച്ചത്? എന്നിട്ട് ഇപ്പോ ഇങ്ങനെ ഞെട്ടി നിൽക്കാണോ? അങ്ങനെ കാണാൻ തന്നെ ഞങ്ങൾ ആഗ്രഹിച്ചത്. പക്ഷെ ഇത്രയും ദിവസം കീരിയും പാമ്പായി നടന്ന നിങ്ങള് പെട്ടെന്ന് ഇങ്ങനെ ഒരുമിച്ചൊക്കെ വരുമ്പോ ആരായാലും ഞെട്ടിപ്പോയില്ലേ? ഏട്ടനും ഏട്ടത്തിയും എല്ലാവരും ഞങ്ങളുടെ അടുത്ത് ക്ഷമിക്കണം. ഞാനും ആരും തമ്മിൽ ഒരു പ്രശ്നവുമില്ല. ഇവിടെ ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു. അതിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ടാ ഞങ്ങളിത് നിങ്ങളുടെ മുന്നിൽ അഭിനയിച്ചത്. ഞങ്ങൾ തമ്മിൽ വലിയ പ്രശ്നത്തിലാണെന്നും ഒട്ടും യോജിച്ചു പോകുന്നില്ലെന്നും ഒരുമിച്ച് ജീവിക്കാൻ താല്പര്യപ്പെടുന്നില്ലെന്നും ഒക്കെ മറ്റുള്ളവരെ വിശ്വസിപ്പിക്കാൻ വേണ്ടി ചെയ്ത ഒരു നാടകം മാത്രം. ഇപ്പോ ആ പ്രോബ്ലം സോൾവ് ചെയ്തു. അതുകൊണ്ടാ ഇനി മുതൽ ഞങ്ങൾക്ക് ആരെയും പേടിക്കാതെ ഇവിടെ ഇങ്ങനെ ഒരുമിച്ച് നടക്കാം. ഇനി ആ പ്രശ്നം എന്താണെന്നൊന്നും ഞങ്ങൾക്ക് അറിയണ്ട മക്കളെ. നിങ്ങൾ ഇതുപോലെ ഒരുമിച്ച് സന്തോഷത്തോടെ എപ്പോഴും ഇരുന്നാൽ മതി. അങ്ങനെ കാണാനാ ഞങ്ങൾ എല്ലാവർക്കും ഇഷ്ടം. ഇപ്പോ ഏട്ടനും ഏട്ടത്തിക്കും എല്ലാവർക്കും ഒരുപാട് സന്തോഷായി. ഈ വീട്ടിലെങ്കിലും നിങ്ങൾ ഇതുപോലെ ഒരുമിച്ച് നടക്കുമല്ലോ. എന്നോടെങ്കിലും നിങ്ങൾക്കിത് പറയായിരുന്നു. ഞാൻ എത്ര വട്ടാരും നിന്റെ പിന്നാലെ നടന്നത്, എന്താ പ്രശ്നം എന്ന് ചോദിച്ചിട്ട്. എന്നിട്ട് ദുഷ്ടൻ എൻ്റെ അടുത്ത് പോലും പറഞ്ഞില്ല. നിന്റെ അടുത്ത് പറഞ്ഞാൽ ശരിയാവില്ല. അതുകൊണ്ടാ ഞാൻ പറയാതിരുന്നത്. ഇപ്പം എന്തായാലും സത്യം നിനക്ക് മനസ്സിലായല്ലോ. ഇനി ഒന്നും ഇങ്ങോട്ട് പറയണ്ട. അർജു, ഇന്നത്തെ ഷെഡ്യൂൾ എന്താ? ബെന്നി, നീ ഇന്നലത്തെ പോലെ വീണ്ടും നമ്മുടെ സൈബർ ടീമിന്റെ അടുത്തേക്ക് പോകണം. എന്തെങ്കിലും ഇമ്പ്രൂവ്മെന്റ് ഉണ്ടോ എന്ന് നോക്കണം. ബെന്നി, ഇന്ന് നീ ഇവിടെ തന്നെ ഇരുന്നാൽ മതി. പിന്നെ ഇന്നലത്തെ കാര്യം ഓർമ്മയുണ്ടല്ലോ, അത് കറക്റ്റായിട്ട് ചെയ്യണം. ഇന്ന് അവരുടെ ചെവിയിലെത്തേണ്ടത് എന്താ വാർത്തയെന്ന് നിനക്കറിയാലോ നന്നായിട്ട്. ഞാൻ ഓഫീസിലേക്ക് പോവാം. ആരും ഇന്ന് ഓഫീസിലോട്ട് വരണ്ട, ഇവിടെ ഇരുന്നാൽ മതി. ഓക്കേടാ, അത് ഞാൻ ഏറ്റു. മോളെ, ഒരു സന്തോഷ വാർത്തയുണ്ട്. നമ്മുടെ സ്പൈ അവിടെ നിന്ന് വിളിച്ചിരുന്നു. Happy news? Then tell me, what is the happy news? നമ്മള് ഈ യുദ്ധത്തിൽ ജയിക്കാൻ പോവാ. അറിഞ്ഞു? ആരവും അർജുനും ഡൈവോഴ്സ് ആവാൻ പോവാ. വാവ്, അപ്പോ ഇത് വേറൊരു ഹാപ്പി ന്യൂസ് മാത്രമല്ലല്ലോ, എൻ്റെ ഒരുപാട് നാളത്തെ കാത്തിരിപ്പിന്റെ ഫലം കൂടിയാ. അപ്പോ ഇത് വെറുതെ ഒന്നും ഇങ്ങനെ പറഞ്ഞ ശരിയാവില്ല. ആഘോഷിക്കണം, അതിഗംഭീരമായിട്ട് ആഘോഷിക്കണം. മോള് പറഞ്ഞാൽ മതി എങ്ങനെയാ സെലിബ്രേറ്റ് ചെയ്യേണ്ടതെന്ന്. ഡാഡി എല്ലാം സെറ്റാക്കിക്കോളാം. ന്യൂയോർക്കിലെ എല്ലാ ബിസിനസ്മാന്മാരെയും ഇൻക്ലൂഡിങ് അർജുനെയും ഈ ഫംഗ്ഷൻ ക്ഷണിക്കണം. I want to reveal my face to the world.